ഇന്ന് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ മണിക്കൂറുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സിംഹം പതുങ്ങുന്നത് ഒളിക്കാനല്ല, പകരം സിംഹം പതുങ്ങുന്നത് കുതിക്കാനാണ് എന്നാണ്. ഇതിനർത്ഥം ഒരുപക്ഷെ വരും ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും പ്രേക്ഷകർ മനസ്സിലാക്കുമായിരിക്കും. കെ സുധാകരൻ ഈ നിമിഷം വരെയും നടത്തിയ പോരാട്ടം എന്തിനാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് കണ്ണൂർ സീറ്റാണ്. അത് ടി.ഒ. മോഹൻ അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല. അഭി പിക്ചർ ബാക്കി ഹേ. ബാക്കി നമുക്കതിന് ശേഷം ചർച്ച ചെയ്യാം. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നതേ എന്ത് കൗതുകത്തോടു കൂടിയാണ്. രാവിലെ ഞാൻ വാർത്താപ്രഭാതം അവതരിപ്പിക്കാൻ വരുന്ന സമയത്ത് കെ സുധാകരന് സീറ്റില്ല, ഇടഞ്ഞു തന്നെ കെ സുധാകരൻ. ബ്രേക്ക്ഫാസ്റ്റ് ആകുന്ന സമയമാകുമ്പോഴേക്കും കെ സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ആ ബ്രേക്കിംഗ് വാർത്ത വരുന്നു, വലിയ പ്രതികരണം ഉണ്ടാകുന്നു, എ കെ ആന്റണി അടക്കമുള്ളവർ ഇടപെടുന്നു. രാവിലെ കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ കെ സുധാകരന് സീറ്റില്ല. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് കെ സുധാകരന് സീറ്റ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ചായ കൂടി വരുന്ന സമയത്ത് വീണ്ടും കെ സുധാകരന് സീറ്റില്ല. രാത്രിയാകുമ്പോഴേക്കും കെ സുധാകരൻ അനുനയപ്പെടുന്നു. ഇതാണ് സംഭവിക്കുന്നത്. 12 മണി പത്രസമ്മേളനം പത്രസമ്മേളനം മാറ്റിവെക്കുന്നു. 2 തവണ മാറ്റിവെച്ചിട്ടുണ്ട് പത്രസമ്മേളനം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പകച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് കാണുന്നത്. അതിനിടയിൽ മണിക്കൂറുകൾ പലത് കടന്നുപോയി. ഇപ്പോൾ 100 മണിക്കൂർ കഴിഞ്ഞ് 101 മണിക്കൂറിലായി. എവിടെ പട്ടിക? 40 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക എവിടെ? ഒറ്റ സ്ഥാനാർത്ഥിത്വത്തിലാണ് തട്ടി നിന്നതെങ്കിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടവരാണിവർ. നാമനിർദ്ദേശ പത്രിക കൊടുത്തില്ല. അതിനേക്കാളേറെ സങ്കടം എന്താണെന്നറിയാമോ? ഇന്ന് കേരളത്തിലെ ഈ 40 സ്ഥാനാർത്ഥികളുടെയും നിയോജക മണ്ഡലങ്ങളുടെ 2 ലാപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. CPM സ്ഥാനാർത്ഥികളുടെ പ്രചരണ റാലി 2 ലാപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വേലിക്കെട്ടിനുള്ളിൽ, മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് CPM സ്ഥാനാർത്ഥിയുടെ പ്രചരണം കാണാൻ വിധിക്കപ്പെട്ട പ്രവർത്തകരെയും അണികളെയും ഓർത്താണ് എനിക്ക് സങ്കടമുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് അധികാരം ദുഷിപ്പിക്കുമെന്ന് ലോർഡ് ആക്ടൺ പറഞ്ഞത് ശരിയാണ്. ദുഷിപ്പിക്കാത്ത മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. പക്ഷേ ഈ പട്ടിക നോക്കുമ്പോൾ വളരെ കൗതുകമാണ് എനിക്ക് വരുന്നത്. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടിക കാണുന്നത്. ഇന്ന് വി ഡി സതീശൻ എന്താ പറഞ്ഞത്? മാധ്യമപ്രവർത്തകരോട് വളരെ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു, വേണോ വിസ്മയം, ഇനിയും വേണോ വിസ്മയം എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് എണ്ണി നോക്കിയപ്പോൾ പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ ഒരു വിസ്മയമാണ്, തളിപ്പറമ്പിൽ വിജിൽ മോഹൻ ഒരു വിസ്മയമാണ്, അമ്പലപ്പുഴയിൽ ഷാനു ഭൂട്ടോ ഒരു വിസ്മയമാണ്, BJPയിലേക്ക് പോയ ജോബ് ഒരു വിസ്മയമാണ്, കുട്ടനാട്ടിൽ സജി ജോസഫ് ഒരു വിസ്മയമാണ്, ഏറ്റുമാനൂരിൽ ജോസഫ് സി മാത്യു ഒരു വിസ്മയമാകാൻ പോകുന്നു, ജോസഫ് വാഴയ്ക്കൻ ഒരു വിസ്മയമാകാൻ പോകുന്നു, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സംഘം തെരുവിലിറങ്ങി ഇപ്പോൾ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നു, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പടയൊരുക്കം നടത്തിയ ജില്ലാ നേതൃത്വം വിസ്മയമായിരുന്നു, തൽക്കാലം നടങ്ങിയിട്ടുണ്ട്. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയും KPCC അധ്യക്ഷന്റെ അടക്കം കോലം കത്തിക്കുകയും ചെയ്ത മണ്ഡലം പ്രസിഡന്റുമാർ മറ്റൊരു വിസ്മയമായിരുന്നു. അലോഷ്യസ് സേവ്യർ രാജി സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിസ്മയം തീർത്തിട്ടുണ്ട്. ഇനിയും വേണോ വിസ്മയം? ഇതൊക്കെ തിരിച്ചു വന്ന ആൾക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ പറഞ്ഞു. അതെ, അലോഷ്യസ് സേവ്യർ രാജി വെച്ചു, രാജി പിൻവലിച്ചു. എന്താ കാരണം? എന്താ രാജി വയ്ക്കാനുള്ള കാരണം? 2 ഇടങ്ങളിൽ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് ഇടുക്കിയിൽ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ റോയ് പൗലോസ് അടഞ്ഞു. അപ്പോൾ അലോഷ്യസ് സേവ്യറിനെ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞ് എങ്ങോട്ട് വിട്ടു? പൂഞ്ഞാറിലേക്ക് വിട്ടു. പൂഞ്ഞാറിൽ ചെല്ലുമ്പോൾ പൂഞ്ഞാറിൽ വരുന്നു മുദ്രാവാക്യം, ഇവിടെയും ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. കേരളത്തിൽ എടുക്കാച്ചരക്കായി ഒരു KSU അധ്യക്ഷൻ മാറുന്ന ഒരു അവസ്ഥയുണ്ടായത് എങ്ങനെയാണ് സ്മൃതി? ഇതാണ് വിസ്മയം. അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ടോ? ഒരു യുവജന സംഘടനയുടെ നേതാവിന് ഇതേ പരിഗണന നൽകിയാൽ മതിയോ? കേരളത്തിലെ പ്രധാനപ്പെട്ട യുവ കോൺഗ്രസ് നേതാക്കൾക്ക് എവിടെയാണ് നിങ്ങൾ അവരെ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല, റീസണബിൾ ക്ലെയിമാണ്. റീസണബിൾ ക്ലെയിമുള്ള എത്രയോ പേരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം, അധികമാരും ചർച്ച ചെയ്യാതെ പോയതാണ്. ഒറ്റപ്പാലത്ത് ഒരു ഹരിഗോവിന്ദ മാഷുണ്ട്, അറിയാമോ? P. സരിന് അന്ന് ഒറ്റപ്പാലം 2016 ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് അന്ന് ഹരിഗോവിന്ദ മാഷാണെന്ന് അവിടെ ക്ലെയിം ഉള്ളത്. അവിടെ ഒരു തരത്തിലും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്താത്ത മനുഷ്യനാണ് ഹരിഗോവിന്ദ മാഷ്. ആ ഒറ്റപ്പാലം കോൺസ്റ്റിറ്റ്യുവൻസി ഹരിഗോവിന്ദ മാഷിനുള്ളതായിരുന്നു. അന്ന് സരിന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തു. അതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലടക്കം സരിൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി. ഹരിഗോവിന്ദ മാഷിന് കൊടുക്കേണ്ടിയിരിക്കുന്ന സീറ്റ് ആർക്കാ കൊടുത്തിരിക്കുന്നത്? PK ശശിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത് നീതിയുക്തമാണോ? ഒടുവിൽ ഹരിഗോവിന്ദ മാഷ് പിണങ്ങിയില്ല. ഹരിഗോവിന്ദ മാഷ് വേദനയോടെ വലിയ വിജയസാധ്യതയില്ലാത്ത ഷൊർണൂർ മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുക. ഇത് അനീതിയല്ലേ ഒരർത്ഥത്തിൽ? ഇനി ഞാൻ പറയാം, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥി ഇതുവരെയും നമ്മുടെ അറിവിലായിട്ടില്ല. എത്ര പേരുകളാണ് തൃപ്പൂണിത്തുറയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പേരറിയാമോ? ദീപക് ജോയ്. ആരായിരുന്നു ദീപക് ജോയ്? ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കൃത്യമായി ദീപക് ജോയെ കുറിച്ച് അറിവില്ലായിരുന്നു. എൻ്റെ ഒരു അറിവുകേടായിട്ട് കൂട്ടിക്കോ. സ്മൃതിക്ക് ഒരു പക്ഷേ അത്ര വലിയ ധാരണ ഉണ്ടാകണമെന്ന് സാധ്യതയില്ല. വൈപ്പിനിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ ദീപക് ജോയ് എപ്പോൾ? 2021. എന്നിട്ട് എന്ത് സംഭവിച്ചു? വൈപ്പിനിൽ തോറ്റു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിർത്തി, കൗൺസിലറാക്കി, മുനിസിപ്പാലിറ്റിയിൽ നിർത്തി, അതിനുശേഷം അവിടെ ഡെപ്യൂട്ടി മേയറാക്കി. പോരെ ദീപക് ജോയിക്ക്? എന്താ ദീപക് ജോയിയുടെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം? ദീപക് ജോയി
ഉമ്മൻചാണ്ടിയുടെ അനുയായിയാണ്. ദീപക് ജോയി എ ഗ്രൂപ്പിൻ്റെ കരുത്തനായ നേതാവാണ് എന്ന് ചിലർ ധരിക്കുന്നു. കരുത്തനായ നേതാവല്ല, എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി കെ ബാബുവിൻ്റെ നോമിനിയായിട്ട് വരുന്ന സ്ഥാനാർത്ഥി. എങ്ങനെയാണ് തുടർച്ചയായിട്ട് ദീപക് ജോയിക്ക് ഇത്രയും അധികം പ്രാധാന്യം കിട്ടുന്നത്? അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യരാരാ? ലിജുവിൻ്റെ പാർട്ടി ചരിത്രത്തിൻ്റെ ഏതെങ്കിലും തൊട്ടടുത്ത് വയ്ക്കാൻ പറ്റുമോ ദീപക് ജോയിയുടെ ചരിത്രം? വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇനി വേണ്ട, രാജു പി നായരെ അവിടെ പരിഗണിക്കുന്നുവെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. വളരെ റീസണബിളായിട്ട് അവിടെ പരിഗണിക്കപ്പെടേണ്ട നേതാവാണ്. 3 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് രാജു പി നായർക്ക്. രാജു പി നായർ 10 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ യുവ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച മനുഷ്യനാണ്. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മീഡിയ ടീമിലുണ്ടായിരുന്നയാളാണ് ഈ പറയുന്ന രാജു പി നായർ. ആ രാജു പി നായരുടെ നേതൃത്വത്തിലാണ് 73 CPM പ്രവർത്തകരെ തൃപ്പൂണിത്തുറയിൽ ഈ പാർട്ടിയിലേക്ക് ലയിപ്പിച്ചത്. ആ മണ്ഡലത്തിൽ ജനിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വന്ന 3 പതിറ്റാണ്ട് അനുഭവ പരിചയമുള്ളൊരു നേതാവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി. പകരം ദീപക് ജോയ് എന്ന് പറയുന്ന വൈപ്പിനിൽ മത്സരിച്ച് പരാജയപ്പെടുത്തി പിന്നീട് വീണ്ടും പരാജയപ്പെട്ട നേതാവായിട്ട് കൂടി കൗൺസിൽ സ്ഥാനം കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഡെപ്യൂട്ടി മേയറാക്കി കൊണ്ടുവന്ന അതേ ആളെ ആരുടെ താല്പര്യപ്രകാരമാണ് നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ കൊണ്ട് പ്രതീക്ഷിച്ചത്? ചോദ്യം ചോദിക്കുവാണികൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടാമത്തെ വിസ്മയം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റുമാനൂരിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജോസഫ് വാഴക്കൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിൽ യോഗ്യനായിരുന്നില്ലേ? മൂവാറ്റുപുഴയിൽ നിന്ന് എങ്ങനെയാണ് ജോസഫ് വാഴക്കനെ വെട്ടിയത്? നമുക്കറിയാമല്ലോ. ജോസഫ് വാഴക്കൻ 2016 5000 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. 2011 മൂവാറ്റുപുഴ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു ജോസഫ് വാഴക്കൻ. ആ മണ്ഡലത്തിൽ വളരെ കൃത്യമായി പ്രവർത്തിച്ച മനുഷ്യനായിട്ടാണ് ജോസഫ് വാഴക്കനെ നമുക്കറിയാവുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച പാനലിസ്റ്റുകളിൽ ഒരാളാണ് ജോസഫ് വാഴക്കൻ. ഞാനൊക്കെ ജോസഫ് വാഴക്കനോടൊപ്പം ചർച്ച നടത്തിയിട്ടുണ്ട്. അത്ര സൗമ്യനായും ആഴത്തിലും കാര്യങ്ങൾ പറയുകയും എന്നാൽ വളരെ സൗഹൃദത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന ജോസഫ് വാഴക്കൻ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. ആ ജോസഫ് വാഴക്കൻ 2016 മാത്യു കുളനാടിന് വേണ്ടിയല്ലേ വെട്ടിയത്? ഒടുവിൽ ആ ജോസഫ് വാഴക്കൻ എവിടെ കൊണ്ടുപോയി നിർത്തി? N ജയരാജൻ്റെ സ്ഥാനാർത്ഥി 21 കൊണ്ടു നിർത്തിയത് കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി നിർത്തി. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചു ഏറ്റുമാനൂരിൽ നിർത്തുമെന്ന് കരുതി. രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ്. രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്നയാളാണ്. ഊണുറക്കം ഉപേക്ഷിച്ച് എപ്പോഴും രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിന്നതാ. പ്രശ്നം എന്താ? എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല ഏറെ സംസാരിച്ചു. അപ്പോൾ ആരെ മറന്നുപോയി? ജോസഫ് വാഴക്കനെ മറന്നുപോയി. ജോസഫ് വാഴക്കന് സീറ്റില്ല. ഏറ്റുമാനൂരിൽ സീറ്റില്ല. ഏറ്റുമാനൂരിൽ നിന്ന് മാറ്റുമെന്നറിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കരുതി. കാഞ്ഞിരപ്പള്ളിയിലും സീറ്റില്ല. ജോസഫ് വാഴക്കനോട് ചെയ്തത് നീതിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇത് രണ്ടാമത്തത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ഇതിനേക്കാൾ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധിവധത്തെ ന്യായീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്ന ഒരു BJPയിൽ നിന്ന് വന്ന നേതാവിന് കേരളത്തിലൊരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം കൊടുക്കും. എന്നാൽ ഗാന്ധിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാളെ പുറത്താക്കുന്നു എന്ന മട്ടിൽ കാര്യങ്ങൾ വരികയാണ്. എന്താ ഈ സണ്ണി കപ്പിക്കാടിനെതിരെ അജയ് തറയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എഴുതാൻ പാടുള്ള കാര്യമാണോ? അദ്ദേഹം വിജയിക്കാത്ത സീറ്റിൽ കോടീശ്വരനാവാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. വളരെ മോശമായ പ്രതികരണം. അത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പിണറായി തള്ളി പറയേണ്ട വാക്കുകളാണ്. സണ്ണി കപ്പിക്കാട് അങ്ങോട്ട് വലിഞ്ഞു കയറി സീറ്റ് വാങ്ങിയ ആളല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി സണ്ണി കപ്പിക്കാടിനോട് വിയോജിപ്പുണ്ടാവാം. പക്ഷേ ഇപ്പോഴും ഗാന്ധിയെ വിമർശിച്ചതിന്റെ പേരിൽ നിന്നല്ല. ആ പ്രതികരണത്തിൽ കൃത്യമായും പ്രതിഫലിക്കുന്ന ഒരു സവർണ രാഷ്ട്രീയമുണ്ട്. അജയ് തറയിലെ സ്റ്റേറ്റ്മെന്റിൽ ഒഴിവാക്കിയതല്ല. ആ അജയ് തറയിലെ സ്റ്റേറ്റ്മെന്റിൽ ആര് സണ്ണി കപ്പിക്കാടിനെ ഒഴിവാക്കുന്നതിനുള്ള ന്യായീകരണമായി പറയുന്നത് വിജയിക്കാത്ത സീറ്റിൽ കോടീശ്വരനാവാൻ വേണ്ടി മത്സരിക്കുന്നു സണ്ണി കപ്പിക്കാടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? സണ്ണി കപ്പിക്കാട് കോടീശ്വരനാവാൻ വേണ്ടിയാണോ? അങ്ങനെയാണോ സണ്ണി കപ്പിക്കാടിനെ നമ്മൾ കാണുന്നത്? സണ്ണി കപ്പിക്കാടിനെ കുറിച്ച് ഏതെങ്കിലും ഒരു വിമർശനം ഇന്ന് വരെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്ത് ധൈര്യത്തിൽ അജയ് തറയിൽ അങ്ങനെ വിമർശിച്ചത്? ഇതാണ് പ്രശ്നം. ഇതെല്ലാ കാലത്തുമുണ്ട്. അംബേദ്കറിനെ പരാജയപ്പെടുത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നിയമമന്ത്രിയെ ആദ്യമായി ഭരണഘടനാ അസംബ്ലിയിൽ വരാത്ത വിധം പരാജയപ്പെടുത്തുകയും അതിനുശേഷം വളരെ 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 ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം അദ്ദേഹത്തിന് മത്സരിക്കേണ്ട മണ്ഡലത്തെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത പ്രവർത്തനം നടന്നിട്ടുണ്ട്. നമ്മുടെ 1950കളിൽ 1947കളിൽ ആ മനുഷ്യനെ പരാജയപ്പെടുത്തിയ പാർട്ടി ഇന്ന് സണ്ണി കപ്പിക്കാടിനോട് ചെയ്തതും നീതിയല്ല. അങ്ങനെ നീതി കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവിടെയാണ് എൽദോസ് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാവുന്നത്. എൽദോസ് ചോദിക്കുന്ന ചോദ്യം ഇതാ: നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഒരേ കേസിൽ ആരോപണ വിധേയനായി ജയിലിൽ കിടന്നൊരു മനുഷ്യന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. അതേസമയം ജയിലിൽ കിടക്കാത്ത മറ്റൊരാൾക്ക് നിങ്ങൾ നീതി നിഷേധിക്കുന്നു. ആരോപണ വിധേയനായ ഒരാളെ നിങ്ങൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പാർട്ടിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്ത് നീതിയാണിത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഇതെല്ലാം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. വിജയസാധ്യത നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കളികൾ നടത്തുന്നത്. എന്തിനാ സ്മൃതി ഈ കളികൾ നടത്തുന്നത്? ഞാൻ എണ്ണി നോക്കുകയായിരുന്നു. സമുദായ സമവാക്യം പാലിക്കാൻ വേണ്ടിയാണോ? അല്ല.
എറണാകുളത്ത് 45% വരുന്ന ഹിന്ദു വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് 2 പേരേ ഉള്ളൂ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 4 or 6 പേരോ ഉണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുക. ഇതാണ് ഇവിടുത്തെ കാസ്റ്റ് കോമ്പിനേഷൻസ്. ഞാൻ കൃത്യമായി പറയാം, എറണാകുളത്ത് മാത്രം 45% വരുന്ന ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 2 പേര്, 38% വരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 8 പേര്, 14.5% വരുന്ന മുസ്ലിമിൽ നിന്ന് 3 പേര്. ഇതാണ് ഇവിടുത്തെ എറണാകുളത്തെ കാസ്റ്റ് ഇക്വേഷൻ. എങ്ങനെ ശരിയാവും? അപ്പോൾ സാമുദായിക സമവാക്യം പാലിക്കാൻ വേണ്ടിയല്ല, നേതാക്കളുടെ ലോയൽറ്റിയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു നേതാവിന് വേണ്ടി മറ്റുള്ളവരെ നിലയ്ക്ക് നിർത്തുക അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ, വിന്നബിലിറ്റി തൃപ്പൂണിത്തുറയിൽ വിന്നബിലിറ്റി ദീപക് ജോയിക്കാണോ ലിജുവിനാണോ വിന്നബിലിറ്റിയിൽ? ലിജുവിനെ സംബന്ധിച്ച് തൃപ്പൂണിത്തുറയേക്കാൾ ലിജു മറ്റേ അമ്പലപ്പുഴ ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം എന്താ? അവിടെ ഇപ്പോൾ അരിതയുണ്ടായിരുന്നു. അരിത കഴിഞ്ഞ തവണ വളരെ ശക്തമായ പോരാട്ടം നടത്തി പ്രതിഭയ്ക്കൊപ്പം ഉണ്ടായിരുന്ന. ഞാൻ ഇന്ന് അരിതയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഈ കാലത്തും നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ പ്രായം ചെന്ന മനുഷ്യരുടെ അധികാരത്തിനു വേണ്ടി ഈ മരണം ഭയന്ന് അപ്രസക്തരാകുമോ എന്ന് ഭയന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാലത്ത് അരിത ബാബുവിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം കുളിർമ നൽകുന്ന ഒന്നായി തീർന്നു. അവിടെ ലിജുവിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അരിത ഇട്ടിട്ടുണ്ട്. ഇതങ്ങനെയാണോ? ഇപ്പോൾ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ആ സ്ഥാനാർത്ഥി എങ്ങനെ തോൽപ്പിക്കാമെന്ന് കാത്തിരിക്കുന്ന 12ഓളം മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. ഈ മണ്ഡലങ്ങളെയാണ് ഇനി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇങ്ങനെയൊരു സംവിധാനം, ഇങ്ങനെയൊരു സാഹചര്യമല്ല യഥാർത്ഥത്തിൽ അണികൾ പ്രതീക്ഷിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് കഥകളൊന്നുമില്ല. ഇന്നിപ്പോൾ പത്രത്തിൽ OK ജോണി ഒരു കുറിപ്പ് എഴുതിയപ്പോഴാണ് സിൻസനാറ്റിസിന്റെ ചരിത്രം ഓർമ്മിച്ചത്. റോമിലെ ഒരു വലിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഒരു പെട്രീഷ്യൻ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർക്കെതിരായി തീരുമാനങ്ങൾ എടുത്തിരുന്ന നേതാവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു ഗുണമുണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തോട് ഗുഡ് ബൈ പറയാൻ ഏത് സമയത്തും തയ്യാറായിരുന്ന മനുഷ്യനാണ്. യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തെ യുദ്ധം നയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ, കൃഷിഭൂമിയിൽ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് വന്ന് നേരെ റോമിനെ യുദ്ധം നയിപ്പിച്ച് ഒടുവിൽ വിജയിപ്പിച്ചതിന് ശേഷം 16 ദിവസം അധികാരത്തിൽ തുടർന്ന് അധികാരം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് തുടരേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നു, എനിക്ക് കൂടുതൽ സമാധാനം കിട്ടുന്നത് എൻ്റെ പാടങ്ങളിലാണെന്ന് പറയുന്നു. യുദ്ധത്തിന് വന്നു, വിജയിപ്പിച്ചു, തിരിച്ച് 16 ദിവസത്തിന് ശേഷം കലപ്പയും എടുത്ത് പാടത്തേക്ക് പോയ സിൻസനാറ്റിസിൻ്റെ ചരിത്രം, 2 തവണയിൽ കൂടുതൽ ഒരാളും പ്രസിഡന്റായി ഇരിക്കരുതെന്ന് പറഞ്ഞ് ജോർജ് വാഷിംഗ്ടന്റെ ചരിത്രം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നുമല്ല, ഗാന്ധിയുടെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അധികാരത്തോട് അകലം പാലിച്ച മനുഷ്യനാണ്. പക്ഷേ ആ പ്രസ്ഥാനം ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ എന്നുള്ളത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇനിയെങ്കിലും ചുരുങ്ങിയ മണിക്കൂറുകളിൽ കോൺഗ്രസ് തിരിച്ചു വരാനായിട്ടൊരു ശ്രമം നടത്തുക. 100 മണിക്കൂർ പിന്നിട്ടു, പട്ടിക ഈ നിമിഷവും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രചരണത്തിനു വേണ്ടി സ്ഥാനാർത്ഥികളും അണികളും നിൽക്കുന്നു. ഇന്നലെ ദയനീയമായ ഒരു കാഴ്ചയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെ വളരെ വിഷമം തോന്നിയ ഒരു കാഴ്ചയാണ്. നമ്മൾ രാഷ്ട്രീയമായി കോൺഗ്രസിനെയും BJPയും CPMനെയും ഒക്കെ വിമർശിക്കുമ്പോഴും ഇന്നലെ കൊച്ചിയിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഇന്നലെ 24 മണിക്കൂർ മുമ്പ് ഷിയാസിന് വേണ്ടിയിട്ട് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഷിയാസിൻ്റെ ഫ്ലെക്സ് ബോർഡുമായിട്ട് കൊച്ചിയിൽ കാത്തു നിൽക്കുക. എന്തിനാ? റോഡ് ഷോ നടത്താൻ വേണ്ടിയിട്ട് വാഹനവും തയ്യാറാക്കി, ഫ്ലെക്സ് ബോർഡും കൊടിയും തയ്യാറാക്കി. രാത്രി 11 മണിക്ക് നോക്കൂ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചിൽ ഇന്ത്യ ജയിക്കുമ്പോൾ പതാക എടുത്ത് വീശി ആഹ്ലാദിക്കാൻ നിൽക്കുന്ന മനുഷ്യരെ പോലെ ഷിയാസിൻ്റെ പേരൊന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. മറുഭാഗത്തോ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന ദീപ്തിയുടെ ചിത്രമാണ് വരുന്നത്. 2 ചിത്രങ്ങളും നമ്മുടെ മുന്നിൽ ഒരേ ഫ്രെയിമിൽ നിൽക്കുന്നുണ്ട്. 2 ഫ്ലെക്സ് ബോർഡുകളും നിൽക്കുന്നുണ്ട്. പ്രവർത്തകർ ഇവിടെയുണ്ട്. ഒടുവിൽ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന നേതാവ് വന്നിട്ട് ഈ പ്രവർത്തകരോട് പറയുന്നുണ്ട്, ഇന്നിനി വരത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ തല കുമ്പിട്ടു മടങ്ങുന്ന ചില പ്രവർത്തകരുണ്ട്. അവർ ഒരു സ്ഥാനമാനത്തിനും വേണ്ടിയല്ല ഇന്നലെ റോഡ് ഷോയ്ക്ക് വന്നത്. അവരെപ്പോലുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർ, 33 ലക്ഷത്തോളം കോൺഗ്രസ് പ്രവർത്തകർ അവരവരുടെ മണ്ഡലങ്ങളിൽ, അവരവരുടെ പഞ്ചായത്തുകളിൽ ഈ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, അവർ ഉറങ്ങാതിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമാണ് ഈ പറയുന്ന നേതാക്കൾ അനുഭവിച്ചത്. ആ നേതാക്കളുടെ കുട്ടിപ്പട്ടാളത്തിന് തങ്ങൾക്കിഷ്ടപ്പെട്ടവർക്ക് സീറ്റ് വീതം വെച്ച് കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ പാർട്ടിയെ നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് വലിയ അപകടത്തിലായിരിക്കും. ത്രിപുരയും അരുണാചൽ പ്രദേശും ഒക്കെ നമ്മുടെ മുന്നിൽ വലിയ തെളിവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്യന്തം നിർഭാഗ്യകരമാണ് ഈ സാഹചര്യം. പക്ഷേ അപ്പോഴും കെ സുധാകരൻ്റെ വാക്കുകൾ അല്പമെങ്കിലും ഈ ഇരുട്ടിൽ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. Meet the editors.